KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് കല്ലാംകുഴി ഇരട്ടക്കൊലപാതകം. MLA മരിച്ച വീട് സന്ദർശിക്കേണ്ടിയിരുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. MLAയുടെ പുതിയ വെളിപ്പെടുത്തൽ സംഭവത്തിൽ നിന്ന് തടിയൂരാനാണെന്ന് ബന്ധുക്കൾ. വഖഫ് ബോർഡ് മഞ്ചേരി ഡിവിഷണൽ ഓഫീസിലേക്ക് കേരള മുസ്ലിം ജമാഅത്ത് മാർച്ച് ഈ മാസം 28-ന് ആയിരങ്ങൾ അണിനിരക്കും. തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കുന്നത് പരിഗണിക്കുമെന്ന് സോളാർ കമ്മീഷൻ. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ശിരോവസ്ത്രം ധരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. കൊച്ചിയിൽ 10 വയസ്സുകാരനെ കുത്തിക്കൊന്നു. കഴുത്തിനു ചുറ്റും കുത്തിയത് 17 തവണ. കടൽക്കൊലക്കേസിലെ മുഖ്യപ്രതി ലാത്തോറയ്ക്ക് സെപ്റ്റംബർ 30 വരെ ഇറ്റലിയിൽ തുടരാം. സൗദി സമ്പദ്ഘടനയെ മാറ്റിമറിക്കുന്ന വിഷൻ 2030 പരിഷ്കരണ പദ്ധതികൾക്ക് അംഗീകാരമായി. വാർത്തകൾ വിശദമായി. സോളാർ കേസിലെ മുഴുവൻ തെളിവെടുപ്പും പൂർത്തിയായ ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വീണ്ടും വിസ്തരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് G. ശിവരാജൻ. പല മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഇനിയും കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. മുഖ്യമന്ത്രിയെ ആദ്യം വിസ്തരിക്കുമ്പോൾ സരിത S. നായരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരുന്നില്ല. മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കണമെന്നാവശ്യപ്പെട്ട് കക്ഷിയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുകയായിരുന്നു കമ്മീഷൻ. അന്വേഷണ കമ്മീഷൻ നിയമപ്രകാരം ഒരിക്കൽ വിസ്തരിച്ച സാക്ഷിയെ ആവശ്യമെങ്കിൽ വീണ്ടും വിസ്തരിക്കാൻ അധികാരമുണ്ടെന്ന് ജസ്റ്റിസ് ശിവരാജൻ പറഞ്ഞു. എന്നാൽ മറ്റു ചിലരെ കൂടി വിസ്തരിക്കേണ്ടതുള്ളതിനാൽ മുഖ്യമന്ത്രിയുടെ കാര്യവും അപ്പോൾ പരിഗണിക്കാമെന്നും ലോയേഴ്സ് യൂണിയന്റെ ഹർജി നിലനിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എതിർപ്പ് അറിയിച്ചില്ല. അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സോളാർ കമ്മീഷന്റെ നടപടികൾ ഏകപക്ഷീയമായി മാറുന്നുവെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ലോയേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി B. രാജേന്ദ്രൻ വിമർശനമുന്നയിച്ചത് നിസ്സാരമായി കാണാനാവില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. കമ്മീഷനെ നീതീകരിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞതെന്നും മറിച്ചുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടിയിൽ രാജേന്ദ്രൻ വിശദീകരിച്ചു. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ശിരോവസ്ത്രം ധരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. ശിരോവസ്ത്രം ധരിച്ചെത്തിയവർ പരീക്ഷ തുടങ്ങുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശിരോവസ്ത്രം ധരിച്ചു വരുന്നവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ CBSE സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പരീക്ഷയിലെ ക്രമക്കേട് തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് CBSE ഡ്രസ് കോഡ് ഏർപ്പെടുത്തിയത്. മുസ്ലിങ്ങൾക്ക് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കാനും അത് പാലിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി പറഞ്ഞു. അനുച്ഛേദം 25(1) പ്രകാരം മതപരമായ ആചാരങ്ങൾക്ക് ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. പബ്ലിക് ഓർഡർ, ധാർമ്മികത എന്നിവയെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവ വിലക്കേണ്ടതുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശിരോവസ്ത്രവും നീളമുള്ള വസ്ത്രങ്ങളും പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തുന്നില്ല. അതേസമയം ക്രമക്കേടിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ വനിതാ ഇൻവിജിലേറ്റർമാർക്ക് അതുമായി ബന്ധപ്പെട്ട് ശരീരപരിശോധന വരെ നടത്താമെന്നും കോടതി പറഞ്ഞു. കോടതിയിൽ ഹാജരായവർക്കു മാത്രമല്ല മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉത്തരവ് ബാധകമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കടൽക്കൊലക്കേസിൽ മുഖ്യപ്രതിയായ ഇറ്റാലിയൻ നാവികൻ മാസിമിലാനോ ലാത്തോറയ്ക്ക് സെപ്റ്റംബർ 30 വരെ ഇറ്റലിയിൽ തുടരാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. അതേസമയം ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ തിരികെ എത്തുമെന്ന് ഉറപ്പെഴുതി നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. നാവികന് ഇറ്റലിയിൽ തുടരാനുള്ള അനുമതി 1 വർഷമാക്കണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടാണ് കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 20-ന് കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും. 2014 ആഗസ്റ്റിൽ പക്ഷാഘാതം വന്നതിനെ തുടർന്ന് 4 മാസത്തേക്ക് നാട്ടിൽ പോകാനാണ് ലാത്തോറയ്ക്ക് സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നത്. ഇത് പിന്നീട് നീട്ടി നൽകുകയായിരുന്നു. കൊച്ചി നഗരത്തിലെ പുല്ലേപ്പടിയിൽ 10 വയസ്സുകാരനെ കുത്തിക്കൊന്നു. പുല്ലേപ്പടി സ്വദേശി പറപ്പള്ളി റിസ്റ്റി ജോണാണ് മരിച്ചത്. കടയിൽ പോയി മടങ്ങും വഴിയായിരുന്നു ആക്രമണം. പുല്ലേപ്പടി സ്വദേശി അജി ദേവസ്യ പോലീസ് പിടിയിലായി. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ പോലീസ് തന്നെ തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആക്കിയിരുന്നതായും അവിടെ നിന്ന് രോഗം ഭേദമായി ആശുപത്രി അധികൃതർ ഡിസ്ചാർജ് ചെയ്തതാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ MP ദിനേശ് അറിയിച്ചു. 17ഓളം കുത്തുകളാണ് കുട്ടിയുടെ കഴുത്തിന് ഏറ്റിട്ടുള്ളത്. ലഹരിമരുന്നിന്റെ ഉപയോഗമോ കുടുംബവഴക്കോ കൊലപാതകത്തിന് കാരണമായോ എന്ന് അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
ഡൽഹിയിൽ ഫിക്കി ഓഡിറ്റോറിയത്തിൽ തീപിടുത്തം. പുലർച്ചെ 2 മണിയോടെയാണ് മാണ്ഡി ഹൌസിലുള്ള ഫിക്കിയുടെ ഓഡിറ്റോറിയത്തിന് തീപിടിച്ചത്. തുടർന്ന് കെട്ടിടത്തിനുള്ളിലുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിനും തീപിടിച്ചു. കെട്ടിടത്തിനുള്ളിൽ ആളുകൾ കുറവായിരുന്നതുമൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. 37 ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. തീയണക്കുന്നതിനിടെ 2 അഗ്നിശമന ജീവനക്കാർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. കെട്ടിടത്തിന് ഏറ്റവും മുകളിലുള്ള ഫിക്കി ഓഡിറ്റോറിയത്തിൽ പടർന്ന തീ പിന്നീട് കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. തീപിടുത്തമുണ്ടാകാനുള്ള കാരണം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു. സംഭവസ്ഥലത്ത് സുരക്ഷാസേന ക്യാമ്പ് ചെയ്യുകയാണ്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. സൗദി അറേബ്യയുടെ സമ്പദ്വ്യവസ്ഥ സമൂലം ഉടച്ചുവാർക്കുന്ന ദേശീയ പരിവർത്തന പദ്ധതി വിഷൻ 2030ന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സ്വദേശികളെയും രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശികളെയും സ്പർശിക്കുന്ന പദ്ധതി വരുന്ന 15 വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ ധനകാര്യ നയം കൂടിയാണ്. എണ്ണയുടെ ആശ്രിതത്വത്തിൽ നിന്ന് സമ്പദ്ഘടനയെ മോചിപ്പിക്കുന്നതാണ് പുതിയ നയം. വിദേശികൾക്ക് ദീർഘകാല താമസാനുമതി നൽകുന്ന ഗ്രീൻ കാർഡ് 5 വർഷത്തിനകം നടപ്പാക്കുമെന്ന് പ്രഖ്യാപനങ്ങളിൽ പറയുന്നു. വിവിധ രംഗങ്ങളിൽ സബ്സിഡി ഘടന പരിഷ്കരിച്ച് അർഹർക്ക് അത് പണമായി നൽകും. സബ്സിഡി പൂർണ്ണമായി പിൻവലിക്കാനാണ് ആലോചന. ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കമ്പനിയായ സൗദി അറംകോയുടെ 5% ഓഹരികൾ വിൽക്കാനും തീരുമാനമായി. രണ്ടാം കിരീടാവകാശിയും സാമ്പത്തിക നയ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ അവതരിപ്പിച്ച കരടിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പദ്ധതി നടപ്പാക്കുന്നതിന് വിവിധ മന്ത്രാലയങ്ങൾക്കും സർക്കാർ വകുപ്പുകൾക്കും ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ഈ കൈരളി കേൾക്കട്ടെ സ്നേഹമന്ത്രം, ആ ഹൈറിന്റെ ശീതള പൂസുഗന്ധം. ഈ കൈരളി കേൾക്കട്ടെ സ്നേഹമന്ത്രം, ആ ഹൈറിന്റെ ശീതള പൂസുഗന്ധം. തെരുവിന്റെ തീച്ചുള ശരശയ്യയാക്കി, മരുവിലെ യാതന ജീവിതമാക്കി. തെരുവിന്റെ തീച്ചുള ശരശയ്യയാക്കി, മരുവിലെ യാതന ജീവിതമാക്കി. കുരുന്നുകൾ കേകേണ്ടേ സ്നേഹത്തിൻ ദീപ്തി, കുരുന്നുകൾ കേകേണ്ടേ സ്നേഹത്തിൻ ദീപ്തി. ഈ മനുജന്റെ മനസ്സുള്ളിൽ മനതകവനി തീർക്കാൻ സ്നേഹത്തിൻ ദൂതേന. കൈരളി കേൾക്കട്ടെ സ്നേഹമന്ത്രം, ആ ഹൈറിന്റെ ശീതള പൂസുഗന്ധം. ഈ കൈരളി കേൾക്കട്ടെ സ്നേഹമന്ത്രം, ആ ഹൈറിന്റെ ശീതള പൂസുഗന്ധം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മണ്ണാർക്കാട് 2 സുന്നി പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിലെ പ്രതികളെ സഹായിച്ചതിനാലാണ് MLA ആയിരുന്ന ശംസുദ്ദീനെതിരെ പ്രതികരിച്ചതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ന്യായീകരിക്കുന്നതിന് പകരം മരിച്ച വീട് സന്ദർശിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇതിനുപോലും തയ്യാറായിട്ടില്ല. തിരൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേകമായി ആരോടും അടുപ്പമില്ല, ഞങ്ങളുടെ അടുത്തുവരുന്നവരെ ആരെയും സ്വീകരിക്കുമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന പരിപാടിയിലാണ് മണ്ണാർക്കാട് സുന്നി പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ സംരക്ഷിച്ച ശംസുദ്ദീനെതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചത്. മണ്ണാർക്കാട് 2 മനുഷ്യന്മാരെ കൊന്നിട്ട് അറസ്റ്റ് ചെയ്തു. 2ാം ദിവസം ജാമ്യത്തിൽ വിട്ടിട്ട് പിന്നെയും അവർക്ക് നാളെ തന്നെയാണ് നമ്മുടെ ആളുകളെ ആക്രമിച്ചത്. അതിന് ഫുള്ളായിട്ട് സഹായം ചെയ്തു കൊടുത്ത ഒരു MLA ഉണ്ട്. നിങ്ങളെ അയാളെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ശക്തമായിട്ട് പറയുന്നു. ഒരു കാലത്തും അയാളെ ജയിപ്പിക്കാൻ പാടില്ല, അയാൾ ഈ രാജ്യത്തിന്റെ ദ്രോഹിയാണ്. വിഷയം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ചൂടേറിയ ചർച്ചയായതോടെ മുടന്തൻ വിശദീകരണവുമായി ശംസുദ്ദീൻ രംഗത്തു വന്നു. താൻ മണ്ണാർക്കാട് MLA അല്ലെന്നും പ്രതികളെ സംരക്ഷിക്കുന്നതിൽ പങ്കാളിയായിട്ടില്ലെന്നുമായിരുന്നു ശംസുദ്ദീന്റെ വിശദീകരണം. ഒരു പ്രതിയെയും രക്ഷിക്കാൻ MLA എന്ന നിലയിൽ ശ്രമിച്ചിട്ടില്ല. മാത്രവുമല്ല, അത് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലല്ല. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അത് കോങ്ങാട് നിയോജക മണ്ഡലത്തിലാണ്.
MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവിടെ ഒരു ഉത്തരവാദിത്വമില്ല. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കല്ലാങ്കുഴി എന്ന് പറയുന്ന പ്രദേശം അത് കോങ്ങാട് നിയോജക മണ്ഡലത്തിലാണ്. അപ്പോ ഇപ്പൊ പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റേതായ ഒരു ക്ലിപ്പിംഗ്സ്. എന്നാൽ കല്ലാംകുഴി ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് N. ശംസുദ്ദീൻ MLA ഉയർത്തുന്ന വാദം പച്ചക്കള്ളവും കാപട്യവുമാണെന്ന് കൊല്ലപ്പെട്ട ഹംസ, നൂറുദ്ദീൻ എന്നിവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇരട്ടക്കൊലക്കേസിൽ ഉൾപ്പെട്ട 27 പ്രതികളെയും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ MLA ആയിരുന്നു. അറസ്റ്റിലായ പ്രതികൾക്ക് ദിവസങ്ങൾക്കകം ജാമ്യം ലഭിക്കുന്നതിനും ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കാതിരിക്കാനുള്ളതെല്ലാം MLA ഇടപെട്ട് ചെയ്തിരുന്നു. കൊല നടന്നത് മണ്ണാർക്കാട് മണ്ഡലത്തിലല്ല എന്ന MLAയുടെ വാദം സംഭവത്തിൽ നിന്ന് തടിയൂരാനുള്ള തന്ത്രമാണെന്നും അവർ ആരോപിച്ചു. സംഭവം നടന്നത് കോങ്ങാട് മണ്ഡലത്തിലാണെങ്കിലും മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഉൾപ്പെടുന്നത്. മണ്ണാർക്കാട് CI B. അനിൽകുമാറാണ് തുടക്കത്തിൽ കേസ് അന്വേഷിച്ചത്. പിന്നീട് CI ദേവസിയും അന്വേഷണം നടത്തി. ഇതിനിടെ കേസിൽ വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. കൊല നടന്ന ദിവസം രാത്രി ലീഗ് നേതാവും ഒന്നാം പ്രതിയുമായ CT അലിയെ പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ മണ്ണാർക്കാട്ടെ ലീഗ് നേതൃത്വവും MLAയും ഇടപെട്ട് CT അലിയെ മോചിപ്പിക്കുകയും പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം പരസ്യമാണ്. ഒന്നാം പ്രതിയായ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ലീഗ് നേതാവുമായ ഇയാൾ പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ കൃത്യമായി ഹാജരാകുകയും പരസ്യമായി ഒപ്പിടുകയും ചെയ്തത് MLAയുടെ പിൻബലത്തോടെയാണ്. കൊല്ലപ്പെട്ട ഹംസയുടെ മകൻ ആദിൽ വാഹനം ഓടിച്ചുവരുന്നതിനിടെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ഇവർക്കെതിരെ പരാതി നൽകിയിട്ടും തെളിവില്ലെന്ന് പറഞ്ഞ് പോലീസ് തള്ളി. കല്ലാംകുഴിയിലെ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയം പള്ളിയിൽ വേണ്ടെന്ന് പറഞ്ഞതിനാണ്. ഇവരുടെ ഘാതകരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇവർ പറഞ്ഞു. ഇരട്ടക്കൊലപാതകം നടത്തിയ കൊലയാളികൾക്ക് സംരക്ഷണം നൽകുന്നതിനും ജനാധിപത്യ ധ്വംസനം നടത്തുന്നതിനും നേതൃത്വം നൽകുന്നതും MLAയാണ്. സത്യം പുറത്തുകൊണ്ടുവരുന്നതിന് CBI അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ കൊല്ലപ്പെട്ട ഹംസയുടെ മകൻ ആദിൽ, അക്രമികളുടെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സഹോദരൻ കുഞ്ഞു മുഹമ്മദ്, സുഹൈൽ എന്നിവർ പങ്കെടുത്തു. അതിനിടെ കൊല്ലപ്പെട്ട നൂറുദ്ദീന്റെ മകൻ ഫഹീമിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായി. പ്രതികരണം ഇങ്ങനെ കേൾക്കാം. ഞാൻ മുഹമ്മദ് ഫഹീം, മരിച്ച നൂറുദ്ദീന്റെ മകനാണ്. ഇപ്പോൾ 2 വർഷം മുമ്പാണ് ഇപ്പോൾ മരിച്ചത്. അന്ന് ഈ പ്രതികളെല്ലാവരും ഉപ്പാന്റെ കൂടെ നടന്നിരുന്നവരും എല്ലാവരുമാണ്. പക്ഷെ അവര് മുസ്ലിം ലീഗിന്റെ പിന്തുണക്കാരായിരുന്നു. അത്രക്ക് നീചമായിട്ടാണ് അവര് ചെയ്തത്. അത്രക്ക് അടുത്ത ആൾക്കാരായിട്ടും അവര് ചെയ്ത അവരുടെ മേലെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായി. പിന്നെ അതുപോലെ ഇവളുടെ കാര്യം, ഇവൾക്ക് ഇപ്പോൾ ഉപ്പാന് ഓർമ്മയും കൂടി ഇല്ല. അത്രക്ക് അവൾക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. എന്താ വെച്ചാൽ അവള് ചെറിയ കുട്ടിയായിരുന്നല്ലോ മരിക്കുമ്പോൾ. ഇപ്പോൾ അവൾക്ക് ഫോട്ടോ കണ്ടങ്ങനെ അറിയുന്നല്ലാതെ ബാക്കി അങ്ങനെ അറിയുന്നില്ല ഉപ്പാന്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും അവർ പിന്നീടും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ അനാവശ്യം വിളിച്ചിട്ടും അങ്ങനെ പല കാര്യങ്ങളും അവരോട് ശേഷം മരണത്തിന് ശേഷം അതുപോലെ അങ്ങനെ പലതാണ്. ഈ വണ്ടിയിലൊക്കെ ഈ ഏരിയയിൽ കൂടെ പോകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഈ രാഷ്ട്രീയ പിന്തുണ പോയാൽ തന്നെ അത് ശരിയാവുകയുള്ളൂ. അവരൊക്കെ അവർക്കെതിരെ വോട്ട് ചെയ്യുന്നതാണ്. പിന്നെ അവരെ ഒറ്റപ്പെടുത്താൻ അവരിവിടെ തോറ്റാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. എന്നാലും നമുക്ക് ഈ കേസും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അധികാരത്തിന്റെ തിണ്ണബലത്തിൽ സുന്നികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കെതിരെ മുഖം തിരിക്കുന്ന അധികാരവർഗത്തിന്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ വഖഫ് ബോർഡ് മഞ്ചേരി ഡിവിഷണൽ ഓഫീസിലേക്ക് ഈ മാസം 28-ന് മാർച്ച് നടക്കും. മാർച്ചിൽ ആയിരങ്ങൾ അണിനിരക്കും. സുന്നി ബഹുജനങ്ങളെ അണിനിരത്തി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി നടത്തുന്ന മാർച്ച് ജില്ലയുടെ സുന്നി സംഘശക്തിയുടെ വിളംബരമാകും. പക്ഷപാതവും അധികാര ദുർവിനിയോഗവും നടത്തി സുന്നി സ്ഥാപനങ്ങളും മഹല്ലുകളും പിടിച്ചെടുക്കാനുള്ള കുത്സിത ശ്രമങ്ങളെ എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കും. രാവിലെ 9:30 മഞ്ചേരി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് മാർച്ച് ആരംഭിക്കും. സയ്യിദ് യൂസുഫുൽ ജിലാനി വയലത്തൂർ, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, മജിദ് കക്കാട് തുടങ്ങിയവർ അഭിസംബോധനം ചെയ്യും. കായംകുളം SYS SSF കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തകരുടെ കൂട്ടായ്മ ഗ്ലോബൽ ഫോറം അംഗങ്ങൾ സംഘടിപ്പിച്ച ചികിത്സാ വിവാഹദിന സഹായങ്ങൾ SYS സംസ്ഥാന അധ്യക്ഷൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വിതരണം ചെയ്തു.
സത്യത്തിന്റെയും നന്മയുടെയും പാത തെളിയിച്ചവരാണ് മുൻഗാമികളെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന് അന്യമാണെന്നും ആ ആദർശം പ്രവൃത്തിയിലൂടെ കാട്ടുകയാണ് ആദർശ പ്രസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ എം ഹനീഫ് മൗലവി, ഹാഷിർ സഖാഫി, ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് അബ്ദുറഹീം സഖാഫി, SMA പ്രസിഡന്റ് സയ്യിദ് ഹാമിദുൽ ബാഫഖി തങ്ങൾ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. മർക്കസ് ഗാർഡൻ സപ്തവത്സര ദഅ്വാ കോഴ്സിലേക്ക് ഈ മാസം 27-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പേഴ്സണൽ ഇന്റർവ്യൂ അടുത്ത മാസം 2-ലേക്ക് മാറ്റിയതായി അഡ്മിഷൻ സെൽ കൺവീനർ അറിയിച്ചു. എഴുത്തു പരീക്ഷയിലെ വിജയികൾക്കാണ് പേഴ്സണൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ അവസരം. എഴുത്തു പരീക്ഷാഫലം 30-ന് 9747215499 എന്ന നമ്പറിൽ ലഭ്യമാണ്. മഅദിൻ അക്കാദമിക്ക് കീഴിലുള്ള ദഅ്വാ കോളേജ്, മോഡൽ അക്കാദമി, തഹ്ഫീദുൽ ഖുർആൻ കോളേജ്, ബോർഡിംഗ് ആൻഡ് റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഈ മാസം 30-ന് നടക്കും. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 8-ന് പൂരിപ്പിച്ച അപേക്ഷാ ഫോം സ്കൂൾ മദ്രസ മാർക്ക് ലിസ്റ്റ് സഹിതം രക്ഷിതാക്കളോടൊപ്പം മഅദിൻ ക്യാമ്പസിൽ എത്തണമെന്ന് ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 99995457 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് കല്ലാംകുഴി ഇരട്ടക്കൊലപാതകം MLA മരിച്ച വീട് സന്ദർശിക്കേണ്ടിയിരുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. MLAയുടെ പുതിയ വെളിപ്പെടുത്തൽ സംഭവത്തിൽ നിന്ന് തടിയൂരാനാണെന്ന് ബന്ധുക്കൾ. വഖഫ് ബോർഡ് മഞ്ചേരി ഡിവിഷണൽ ഓഫീസിലേക്ക് കേരള മുസ്ലിം ജമാഅത്ത് മാർച്ച് ഈ മാസം 28-ന് ആയിരങ്ങൾ അണിനിരക്കും. തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കുന്നത് പരിഗണിക്കുമെന്ന് സോളാർ കമ്മീഷൻ. കടൽക്കൊലക്കേസിലെ മുഖ്യപ്രതി ലാത്തോറയ്ക്ക് സെപ്റ്റംബർ 30 വരെ ഇറ്റലിയിൽ തുടരാം. കൊച്ചിയിൽ 10 വയസ്സുകാരനെ കുത്തിക്കൊന്നു. കഴുത്തിനു ചുറ്റും കുത്തിയത് 17 തവണ. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ശിരോവസ്ത്രം ധരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. സൗദി സമ്പദ്ഘടനയെ മാറ്റിമറിക്കുന്ന വിഷൻ 2030 പരിഷ്കരണ പദ്ധതികൾക്ക് അംഗീകാരമായി. ഇതോടെ KMC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.